കാഴ്ചകൾ. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ പുത്തൻ ചിരിയരങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജേട്ടനെ. ഹായ്, നമസ്തേ. സുഖമാണോ എല്ലാവർക്കും? അശ്വതി, എന്തുണ്ട് വിശേഷം? സുഖം ചേട്ടാ. ചേട്ടന് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴേ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഒരു ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നു സുഖം തന്നെ. ഞാൻ പെട്ടെന്ന് ചേട്ടനെ ഓർത്തു. സുഖം തന്നെ. നമ്മൾ എല്ലാവരോടും സുഖം തന്നെ ചോദിക്കുന്നതിലും നല്ല കാര്യമല്ലേ? എല്ലാവർക്കും സുഖമാണോ? ചിലരൊക്കെ പറയും എന്തോ ഇപ്പൊ ഒരുപാട് സുഖം എന്ന് പറയും. ചിലരാണെങ്കിൽ ഒരു സുഖമില്ല എന്ന്. അങ്ങനെ സത്യസന്ധമായിട്ട് പറയാ. നമ്മൾ സുഖം, നല്ല സുഖം പറഞ്ഞാൽ നന്നായിട്ട് ചിരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോയിൽ എഴുതി വെച്ചിരിക്കുന്ന പേരെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ് വെഞ്ഞാറുമുട്ടിലെ ഒരു ഓട്ടോയുടെ പേര്. ഇതിനകത്ത് എഴുതി വയ്ക്കും മുട്ടല്ലേ മുത്തേ മൊത്തം മുത്തൂറ്റില്ലാന്ന്. കാര്യം ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടക്കം. പിന്നെ അതുപോലെ തന്നെ ശരി, ഈ ഓട്ടോയുടെ പുറകിലും സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള കുറെ റൈറ്റിംഗ്സ് കാണാൻ. ചിരിക്കല്ലേ സുന്ദരി സി മുടങ്ങും. അതുപോലെ കൂട്ടിമുട്ടാൻ ഞാനില്ല, കാത്തിരിക്കാൻ ആളുണ്ട്. അതെ, ഉഗ്രം പേരാ. പിന്നെ എന്താ, ചിരിയിൽ ചില്ലറ ഒതുക്കരുത്. പിന്നെ കഥ പറഞ്ഞോ കടം പറയരുത്. ഓട്ടോയിലെ കാര്യം പറയുമ്പോൾ സുരാജേട്ട കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് പാലായില് ഒരു അപ്പൂപ്പനെയും അമ്മൂമ്മയും ഓട്ടോ ഇടിച്ചിട്ടു. രണ്ടുപേരും റോഡിൽ വീണു. അപ്പൊ വീണിങ്ങനെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോ ഇങ്ങനെ പോവാ. ഈ പാവം പൊയ്ക്കോട്ടെ എന്ന് എന്റെ വായിക്കൽ എഴുതിയിരുന്നു. പിന്നെ അവര് പൊയ്ക്കോട്ടെ എന്ന് വെച്ചു. ഇത് എവിടെ നടന്നത്? പാലായില്. എന്റെ അശ്വതി, ഇങ്ങനെ നാക്കെടുത്ത കുരുക്കാത്ത നുണ പറയരുതേ. മക്കൾ മഹാത്മ സിനിമക്കകത്തുള്ള സീനാണത്. പാലയിൽ കൊണ്ടുവന്ന് ഇടിച്ചു. ഓ, എന്താ കഥ പറഞ്ഞ കൂടെ നിൽക്കാനുള്ള ശ്രമം സമ്മതിക്കരുത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ഗസ്റ്റിനെ പറ. ആ ഗസ്റ്റ് വന്നിട്ട് ബാക്കി സ്കോർ ചെയ്തോളൂ. ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപോലെ, ആർക്കും അതിനകത്തൊരു എതിരഭിപ്രായം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുപോലെ സ്നേഹമുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. ആദ്യം ഭയങ്കര വെറുക്കപ്പെട്ടവനായിരുന്നു, പ്രത്യേകിച്ച് ചില സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അല്ല സ്ത്രീ ജനങ്ങൾക്ക് പേടിയോടുകൂടി കണ്ടിരുന്ന ഒരു മുഖമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നില്ല. അദ്ദേഹം ചെയ്ത ക്യാരക്ടറൊക്കെ കാണുമ്പോൾ പേടി തോന്നും. പിന്നെ നല്ല സുന്ദരനായ വില്ലനായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ചിരിയാണ് എല്ലാവരുടെ മനസ്സിലും. നമുക്ക് അഭിമാനത്തോടു കൂടി കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം ഗുരു കാരണവർ ജനാർദ്ദനൻ ചേട്ടൻ. रंग दा कसूर एक तकनी दे नाल कर दिल चूर है। हाय तेरा भी कसूर गोरे रंग दा कसूर एक तकनी दे नाल कर दिल चूर। तनण वाले तीर चलावे हनखरे दिखावे बड़ा तड़फावे। तुंगड़ा ते गब्बरू नचावे, तुंगड़ा ते गब्बरू नचावे जान कट जावे। പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിയിട്ട് വന്ന ഭൂത? പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. മലയാള സിനിമയുടെ കാരണവർക്ക് കോമഡി സൂപ്പർ നൈറ്റിന്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമായി ചേട്ടാ. ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ചേട്ടൻ കോമഡി സൂപ്പർ നൈറ്റിൽ വരണം. പക്ഷേ ദൈവം സഹായിച്ചതാ ഇപ്പൊ തന്നെ ഇവിടെ എത്തി. നമ്മളെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്കെല്ലാവർക്കും സന്തോഷമായില്ലേ? ഓക്കെ, ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്. പ്രേക്ഷകരെല്ലാം പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? അതായിരിക്കും നല്ലത്. കാരണം ഇരുത്തം വന്ന് നടന്നല്ലേ. എത്ര നാളായി ഇരുത്തം വന്ന് തുടങ്ങിയിട്ട്? ഞാൻ പറയണോ അതറിയാവോ? ചേട്ടൻ തന്നെ പറഞ്ഞു. ഒരുപാട് 44 വർഷമായിട്ട് മലയാള സിനിമയ്ക്കകത്ത് ഓടുകയും 44 വർഷമായി മലയാള സിനിമയിൽ. അപ്പൊ എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിന്ന്
ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ചേട്ടൻ. അങ്ങനെ 44 കൊല്ലമായി ഇപ്പം മലയാള സിനിമയിലെത്തിയത്. നമുക്ക് ആ 44 കൊല്ലം ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആ 44ാമത്തെ ആദ്യം തുടങ്ങിയ 44 വർഷം മുമ്പുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. 44 കൊല്ലം മുമ്പ് സിനിമയിൽ, അതിനു മുമ്പ് ചേട്ടൻ എന്തായിരുന്നു? ജോലിയൊന്നും ഇല്ല, ഒരു ജോലിയില്ല. അതിനെപ്പറ്റി വിശദീകരിച്ചു പറയാനാണെങ്കിൽ 2 ദിവസം വേണം. അയ്യോ വേണ്ട, നമുക്ക് 1 മണിക്കൂറല്ലേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മതി. കോളേജ് വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന്റെ ഇടയിലാണ് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് വീട്ടിലെ ഏറ്റവും ഗ്ലാമർ ചേട്ടൻ തന്നെയാണോ? ഇതിനേക്കാൾ ബെറ്ററാണെന്നേ. എത്ര പേരുണ്ടായിരുന്നു അതില്? നമ്മുടെ സൃഷ്ടികർത്താവ് ഗോപാലപിള്ള സാറ് കൊടുക്കണേ. അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു. സ്വാഭാവികമാണ് പിള്ളേരുടെ എന്തായിരിക്കും, 5 ആണുങ്ങളും 3 പെണ്ണുങ്ങളുമാണ്. ചേട്ടൻ എത്രാമതാ? ഞാൻ ഏറ്റവും ഇളയതാണ്. യംഗസ്റ്റ്. അപ്പോ ഇപ്പോഴും എങ്ങായിട്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോഴും എങ്ങായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം അവിടുത്തെ ഒരു പ്രൊഫസർ കോളേജിന്റെ വാർഷികത്തിന് നാടകം, അതിനകത്ത് നീ ഒരു വേഷം അഭിനയിക്കണം. അപ്പൊ ഞാൻ വല്ല വിധേയം ഊരാൻ വേണ്ടിയിട്ട് പല മാർഗത്തൊക്കെ അതിനെ സമ്മതിക്കില്ല. പിടിച്ചു കെത്തിപ്പിച്ച് അങ്ങേര് ആ നാടകത്തിൽ നിന്ന് അഭിനയിപ്പിച്ചു. അത് യുവതീസികളുടെ നാട്ടിൽ എന്ന് പറയുന്നത് NP ചെലവന്താൻ നാടകമായിരുന്നു. അതാണ് ആദ്യത്തെ കലാരംഗത്ത് തുടക്കം കുറിച്ചത്. ചേട്ടാ, ഈ കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴേ ഇരിക്കുന്ന മമ്മൂക്കയെക്കാളും കട്ട ഗ്ലാമറായിട്ടാണ് നോക്കൂ. അപ്പൊ ആ കോളേജിൽ പഠിച്ച ടൈം, അവിടെ കോളേജിലുള്ള പെൺപിള്ളേർ ആരാധകരെ ശരിക്കും ചേട്ടാ എത്ര എണ്ണത്തിനെ പ്രേമിച്ചിട്ടുണ്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതാ യുവത്വം തുളുന്ന യുവാക്കന്മാരിയ്ക്കുന്നുണ്ട്, അവരെ അറിയാൻ ഇത് പറയാനാണ്. എത്ര പേരുണ്ടായിരുന്നു? അയ്യോ, അത് അവരോട് ചോദിച്ചാലല്ലേ അറിയാവുള്ളൂ, എനിക്കറിയാമോ? പറഞ്ഞേട്ടോ, എന്നെ ഒത്തിരി പേര് പ്രണയിച്ചിട്ടുണ്ട് എന്ന്. നേരത്തെ പറഞ്ഞ പോലെ മോശക്കാരല്ലായിരുന്നു, കാണാനൊക്കെ ഒരല്പം ഭേദമായിരുന്നു. അതറിയാലോ, അറിയാം. പക്ഷേ ഈ വില്ലൻ വേഷങ്ങൾ, ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് എനിക്കൊന്ന് സ്ത്രീകളുടെ ഒക്കെ ഒരു പേടി സ്വപ്നമായി മാറി. അപ്പൊ ഇങ്ങനെ ആ ഒരു റൊമാൻറ്റിക് ഇമേജിൽ നിന്ന് കോളേജൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇതുപോലെ വില്ലനായി മാറിയപ്പോ എങ്ങനെയായിരുന്നു സ്ത്രീ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം? സത്യത്തില് ഒരു സ്ത്രീകളെ പോലും എന്നെ കെട്ടി ചിരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ കാലഘട്ടം. അതെങ്ങനെ ചിരിക്കും? പഞ്ചായത്ത് അടങ്കലെടുത്തല്ലേ ബലാത്സംഗം എല്ലാ സിനിമയിലും. ഇത് ഞാൻ തമാശയായിട്ട് പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. ഒരു സ്ത്രീകളെ പോലും, സ്ത്രീകൾ മാത്രമല്ല, ഒരു ഔട്ട്ഡോറിൽ പോയി കഴിഞ്ഞാൽ തന്നെ ആളുകൾ തന്നെ നോക്കണ ഒരു വല്ലാത്ത രീതിയാണ് നോക്കണം. ആരുടെ അത്യന്തം വൃത്തികെട്ടൊരു രീതി. കാരണം ഏത് പടത്ത് നോക്കിയാലും ഒന്നുമില്ലെങ്കിൽ നസീർ സാറിന്റെ, അല്ലെങ്കിൽ ശോഭന്റെ പെങ്ങള്, അല്ലെ സുകുമാരന്റെ പെങ്ങള്, അല്ലെ വിൻസെന്റിന്റെ പെങ്ങള്, യാതൊരു കാര്യമില്ല കയറി പിടിക്കുക, അങ്ങനെ ഓരോ ക്യാരക്ടർ എല്ലാ പടത്തിലും എഴുതി ഉണ്ടാക്കും. ജനാർദ്ദനൻ സാർ ഫ്രീ ആണെങ്കിൽ വിളിക്ക് 2 ബലാത്സംഗം. അല്ല സാർ, എന്താ ഈ കഥയുമായിട്ടൊന്നുമില്ല. സാറ് വരുന്നു, ഒരു പെണ്ണെ കാണുന്നു, അടി കൊടുക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, വിടുന്നു. അതിനെപ്പറ്റി പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചേട്ടാ, മൊത്തം എത്ര ബലാത്സംഗം ചെയ്തിട്ടുണ്ട് സിനിമയിലെന്നാ ഞാൻ പറഞ്ഞത്? നേരത്തെ പറയായിരുന്നു, സിനിമയ്ക്കകത്ത് പറയാവൂ. സിനിമയ്ക്കകത്ത് പറയാൻ പറ്റില്ല. ഒരുപാട്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ശരിക്കും ഈ വില്ലന്മാരെയൊക്കെ എല്ലാവരും പേടിച്ചിട്ട്, ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്ത്രീകൾ പോലും നോക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പേടിയോടുകൂടിയാണ് ശരിക്കും ഇവരെയൊക്കെ നേരിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യത്വമുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റും എന്ന് കരുതി ചെന്ന് കയറി കൊടുക്കരുത്. ചേട്ടൻ മനസ്സിൽ എന്ന് കരുതി ഞാൻ അത്ര മോശക്കാരനല്ല. ഇന്നിപ്പോ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവരിപ്പോ ടെലിവിഷനിലൂടെ കാണുക, ഒരുപാട് ഇന്റർവ്യൂസിൽ കാണുക, ഇവരുടെ വേറൊരു മുഖം കൂടി ആളുകൾക്ക് അറിയാനുള്ള ഒരു അവസരമുണ്ട്. അന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജ് മാത്രമാണല്ലോ, പിന്നെ പുറത്തു വെച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേടി തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പൊ ഈ ഒരു ഇമേജ് ഒന്ന് പൊളിക്കണം എന്ന് ചേട്ടന് തന്നെ തോന്നിയതാണോ അതോ സംവിധായകർക്ക് തോന്നിയതാണോ? ഒരുപാട് പറയണമെന്നാണ്. അന്ന്
ഇതിലേക്ക് വന്ന സംഭവം പറഞ്ഞത് കിട്ടിയ. സിനിമയ്ക്കകത്ത് കയറി പറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയാസം. അതെ. അതായത് 10-12 ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവരല്ലാതെ വേറെ ആർട്ടിസ്റ്റുകൾ പുറത്തുനിന്ന് വന്ന് കയറാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സിനിമയ്ക്കകത്ത് വരുന്നത്. കറക്റ്റ്. ഇന്ന് അങ്ങനെയല്ല. ഇന്നുള്ള തലമുറയ്ക്ക് 4 പേരുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ സിനിമ ഉണ്ടാക്കാം. ഇത് നടക്കില്ല. ഒന്നാമത്തെ കാര്യം പ്രൊഡക്ഷൻ ഇല്ല. ഒരു വർഷം മാക്സിമം ഇറങ്ങുന്നത് 8 പടമോ 10 പടമോ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. അതായത് സ്ഥിരമായി സിനിമ മാത്രം ബിസിനസ്സായിട്ട് കരുതുന്ന ആളുകൾ എടുത്തുകൊണ്ടിരുന്നതാണ് സിനിമ. ഇന്നത്തെ പോലെ സിനിമയെ തമാശയായിട്ട് എടുത്തിട്ട് അല്ല, കുറച്ചുകൂടെ കൂടുതൽ കാശുണ്ടാക്കാമെന്ന് വിചാരിച്ച് മറ്റ് ബിസിനസ്സുകൾ ചെയ്ത് പണമുണ്ടാക്കിയിട്ട് സിനിമ എടുക്കുന്നവരല്ലായിരുന്നു അന്നുണ്ടായിരുന്നു. അവർക്ക് സിനിമ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം മാറില്ല ഏട്ടാ. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം നമുക്ക് പ്രതീക്ഷിക്കാലോ. യാതൊരു സംശയമില്ല. എങ്ങനെയുണ്ട് ചേട്ടൻ? ഇപ്പൊ സിനിമയൊക്കെ കുറവാണോ? എനിക്കങ്ങനെ സിനിമ ഉണ്ടാവും. അച്ഛനില്ല, അമ്മയില്ല, അമ്മാവനില്ല, ചേട്ടനില്ല, ഒരു വിലകളില്ല. ഇപ്പോഴത്തെ സിനിമയിൽ അപ്പോൾ പണം കുറയും, അത്രയേ ഉള്ളൂ. പക്ഷേ യാതൊരു സംശയമില്ല, വിത്തിൻ സ്പാൻ ഓഫ് വെരി ഷോർട്ട് ടൈം, വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ ഇത് സമൂലം വ്യത്യാസം വരും. അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. നല്ല പടങ്ങൾ ഉണ്ടാക്കി ചെയ്യും. നല്ല പടങ്ങൾ വരട്ടെ. ഇത് അച്ഛനായിട്ടും സഹോദരനായിട്ടും അളിയനായിട്ടും അമ്മാവനായിട്ടും എന്ത് ചെയ്യാനും ദാ ഇതുപോലെ കട്ടക്ക് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 100 വർഷം തികച്ചിട്ടേ പോകൂ മലയാള സിനിമയിൽ. 44ആയി. ഇനി ഇവിടുത്തെ വിക്രിയകളെല്ലാം ഒന്ന് കാണണ്ടേ? അവിടെ ഇരിക്കട്ടെ. പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം. പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീട്ടി വരവേപ്പിന. ഇതിലേ എന്തോന്നെടുക്കോ? ഞാൻ കോലം വരയ്ക്കുന്നു. എന്താ കോലം വരയ്ക്കണം. കോലവോ? നല്ലൊരു ദിവസമായിട്ട് പിന്നെ ഇന്ന് കോലം വരയ്ക്കണ്ടേ? ഇന്നെന്നാ പതിവില്ലാത്ത ഒരു കോലം വരയില്? ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത പ്രതീതി എന്താ ഇന്ന് കാണിക്കുന്നത്? നിന്നെ ഒന്ന് സഹായിക്കാന്ന് കരുതി. ഏത് ഈ കോലം വര? ഈ കോലത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഇതിലും നല്ലത് നിങ്ങൾ ഇവിടെ കയറി ഒന്ന് കിടന്നാൽ മതി. അതിലും വലിയ ബേക്കോലൊന്നും ഇനി ഉണ്ടാകാനില്ല. അത് കൊള്ളാം. ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ എന്റെ ദൈവമേ, പിള്ളേർക്കുണ്ടാക്കാൻ വെച്ചിരുന്ന പുട്ടിന്റെ പൊടി എടുത്തിട്ട് ഇങ്ങനെ എന്തുവായി കാണിക്കുന്നത്? ഉയ്യോ, പുട്ടുപൊടി ഞാൻ വല്ല കാണിച്ചു തരും ഞാൻ, കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ആഹാ, ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചാൽ അവള് സമ്മതിക്കും. സഹായിക്കാൻ ഇങ്ങനെ സഹായിക്കാൻ ഒരു പണിക്ക് പോകാതെ ഇരുന്നോണം. പണിക്ക് പോണില്ലല്ലോ. ഓഹോ, അല്ലേ நேத்து ராத்திரி தூக்கம் போச்சுடி आज आओ अनारकली अच्छा अच्छा பச்சை கிளி காலில் சிலம்பழிய காளியம்மே காளியம்மே இடம் கையில் சிரசுமாய் வாழுவம்மே அம்மே காளியம்மே நேத்து ராத்திரி தூக்கம் போச்சுடி आज आओ अनारकली अच्छा अच्छा पच्चे किली. നിങ്ങളെന്താ കണ്ടോണ്ടിരിക്കുന്നത്? എന്തോന്നാ കണ്ടോണ്ടിരിക്കുന്നത്? ഇത് രാവിലെ കോലം വരയ്ക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഭക്തി കാണുക സീരിയല്. ഏത് ഭക്തി? ഭക്തി സീരിയല് പരമശിവൻ. ഏത് കാണിച്ചു? അതല്ലല്ലോ നിങ്ങൾ കണ്ടോണ്ടിരുന്നത്. എന്ത്? ഇപ്പം കണ്ടോണ്ടിരുന്നത് എന്താണ്? അത് തന്നെ. ഏത്? എടി, അത് ഫാഷൻ ചാനലിന്റെ സീരിയല്. ഫാഷൻ സീരിയലല്ലേ? എവിടെ സീരിയല്? ഫാഷൻ ചാനലിൽ സീരിയൽ ഉണ്ട്, നീ കണ്ടിട്ടില്ലേ? എവിടെ? നീയൊക്കെ ഈ കണ്ണീർ പരമ്പരയല്ലേ കാണുള്ളൂ. ഇതിങ്ങനെ നല്ല സീരിയലൊന്നും കാണൂലല്ലോ. എങ്ങനെ അതിന്റെ സീരിയല്? ഫാഷൻ ചാനലിൽ നല്ല സീരിയലുണ്ട്, അത് കാണുന്ന ഇടക്കിടക്ക്. അതെങ്ങനെ സീരിയല്? ഞാൻ കാണിച്ചു ഫാഷൻ ചാനലിൽ എങ്ങനെ സീരിയല് വരുന്നത്? എനിക്കൊന്ന് എടി, അതിൽ നല്ല കഥയുണ്ട്, അറിയാമോ? ആ. അതിലെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടിണി അനുഭവിക്കുന്ന പെൺകുട്ടികൾ അല്പവസ്ത്രം മാത്രം ധരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഇങ്ങനെ വരും, എടി ചോദിക്കും ഇവിടെ എന്തെങ്കിലും തരണേ. അപ്പൊ അവര് പറയും ഞങ്ങളൊന്നും തരില്ല. പിന്നെ അടുത്ത വർഷത്തേക്ക് പോകും. ഇവിടെ എന്തെങ്കിലും തരണേ, അവരും ഒന്നും കൊടുക്കൂല. പിന്നെ നേരെ ചെല്ലുകയാണ്, നിങ്ങളെങ്കിലും എനിക്ക് എന്തെങ്കിലും തരൂ. അപ്പൊ അവരെല്ലാരും പറയും ഞങ്ങൾ തരില്ല. അപ്പൊ തന്നെ തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ടൊരു നോട്ടം,
എന്തെങ്കിലും തരുമോ? പിന്നെ അവര് പോയിക്കോളൂ. എനിക്കും കാണണം എന്ത്? ആ സീരിയൽ എനിക്കും കാണണം. വേണ്ട വേണ്ട വേണ്ട, ആ സീരിയൽ നീ കണ്ട ശരിയാവില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെയൊക്കെ നടന്നു. ദേ അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ ഉണ്ടല്ലോ, എന്റെ നേരെ ഒരു കണ്ണ് വെക്കുന്നു. അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ നിന്റെ നേരെ കണ്ണു വെച്ചെന്ന്. അത് ഈ മലയാളികളുടെ ഒരു പ്രത്യേകിച്ച് സ്വഭാവമാടിയത്. എന്താന്ന്? അതിന് പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ പഴങ്കഞ്ഞിൽ ഒരു ചെറിയ നോട്ടം ഉണ്ടാവും. അത് നീ കാര്യമാക്കണ്ട. ഇങ്ങനെ കാര്യമാക്കണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. ദേ അപ്പുറത്തെ ആ നമ്മുടെ ബാബു മെമ്പർ ഇല്ലേ, ഉണക്കിയിട്ട് കൊടുക്കും. ഉണക്കിയിട്ട് കൊടുക്കണം. ബാബു മെമ്പർ ഉണക്കിയിട്ട് കൊടുക്കുന്നല്ല, ഓണത്തിന് ഓണക്കിറ്റ് കൊടുക്കുന്നെന്ന്. ഉണക്കിയിട്ട് കൊടുക്കണം. നീ പോയി മേടിച്ചാൽ മതി, എന്നെ കൊണ്ട് ഗൗരിയില്ല. നിങ്ങൾ ഒരു പണിക്ക് പോകാതെ ഇങ്ങനെ തന്നെ ഇരുന്നു. അന്നുണ്ടടി ജയിച്ചിട്ട് പിന്നെ ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ടില്ല. വരുന്നുണ്ട്, വിളി വിളി. രാമനാഥൻ മെമ്പറേ, രാമനാഥൻ മെമ്പർ ഇങ്ങനെ വന്നേ. ഇങ്ങ് വാ, ഞാൻ ഒരു സ്ഥലം വരെ പോകുന്നു. രാമനാഥൻ മെമ്പർ ഇങ്ങോട്ട് വരാൻ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഛെ, ഇങ്ങോട്ട് വന്നിട്ട് പോവാൻ രാമനാഥൻ. ഞാൻ അപ്പുറത്ത് പോയിട്ട് രാമനാഥൻ മെമ്പർ ഇങ്ങോട്ട് വരാൻ. വരുന്നില്ലെന്ന് പറഞ്ഞല്ല പിന്നെ. രാമനാഥൻ മെമ്പർ വരാനാ പറഞ്ഞത്. ഈ രാമനാഥനും നാഗവല്ലിയും കൂടെ തെക്കിനെ അങ്ങ് കത്തിക്കുവോ? അല്ല, എന്താ പരിപാടി? ഞാൻ അതുവഴി നമ്മളെ ജയിച്ച കാര്യം പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് ഞാൻ പോകാൻ ചോദിക്കട്ടെ, ഒരിക്കലും പോസ്റ്റ് ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോസ്റ്റ് ഇട്ട് വന്നു. ഇന്നലെ 5 മണിക്ക് പോസ്റ്റ് ഇട്ടില്ലേ? 5 മണിക്ക് പോസ്റ്റ് ഇട്ടാ? എവിടെ പോസ്റ്റ് ഇട്ടു? ഇവളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ അതിന്റെ കമന്റും തിരിച്ചിട്ട്. മെമ്പർ പോസ്റ്റ് ഇടാനും നോക്കിയിരിക്കും, നീ കമന്റാനും നോക്കിയിരിക്കും. മര്യാദ അല്ലെങ്കിൽ രണ്ടിനും ഞാൻ ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഞാൻ പോയ കാര്യം നമ്മുടെ ഈ ഗ്രൗണ്ടില്ലേ, അവിടുത്തെ ഗ്രൗണ്ടിലാണ് പുതിയ പഞ്ചായത്ത് കായികമേള നടക്കുന്നത്. ഈ പഞ്ചായത്ത് കായികമേളയ്ക്ക് ഇന്ന് സെലക്ഷൻ ഉണ്ട്. നാഷണൽ ഗെയിംസിൽ പങ്കെടുത്തൊരു കോച്ച് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം സംഭവിച്ച് ദുരിതം അനുഭവിച്ച കുറെ ആൾക്കാർ കഷ്ടമായിപ്പോയി. ഇതുവരെ ആ ദുരിതാശ്വാസം നിങ്ങൾ തന്നിട്ടുണ്ടോ? അങ്ങനെ പറയരുത്, നമ്മൾ തന്നിട്ടില്ല. അതൊക്കെ ശരി തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പഞ്ചായത്തിലെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓരോ വീടുകൾ കയറി ഇറങ്ങി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലേ? മെമ്പർ ഈ ഉള്ള പഞ്ചായത്തിലെ എല്ലാം വീടുകൾ കയറി ഇറങ്ങുള്ള പരിപാടി അങ്ങ് നിർത്താവോ? എങ്കിൽ ഈ പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണും. ഞാൻ പറയുന്നത് ദുരിതാശ്വാസം തന്നെ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസം തന്നില്ല മെമ്പറെ, ഇനി ശരിയാവൂല. ദുരിതാശ്വാസ കാര്യം അവിടെ നില്ല്. നിങ്ങളെ മോൻ കാണിക്കാണ്ടില്ലേ? അപ്പുറത്തെ വീട്ടിൽ രായന്റെ മാവി കയറി മാങ്ങ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടവന്? അതെന്റെ മോനല്ല. നിങ്ങളെ മോനെ നിക്കറിട്ടോണ്ട് മാങ്ങ മോഷ്ടിക്കുന്ന അവനല്ലേ? നിക്കറിട്ട എന്റെ മോനല്ല. എന്റെ മോൻ അതല്ലെന്ന് അവൻ അങ്ങനെ കുരുത്തക്കിടന്നും കാണിക്കത്തില്ല. എനിക്കറിയാം നിങ്ങളെ മോനാണ് അവിടെ കിടന്ന് മാങ്ങ മോഷ്ടിക്കുന്നത്. അത് ചന്ദ്രന്റെ മോൻ. എന്റെ മോൻ അപ്പുറത്ത് കണ്ട ആ ബൈക്കിന്റെ കാറ്റൂരി വിടണ കണ്ട, അതെന്റെ മോൻ. അവൻ അങ്ങനെയുള്ള പരിപാടി കാറ്റൂരി വിട്ടെങ്കിൽ ഞാൻ പറഞ്ഞ നാഷണൽ ഗെയിംസിലെ കോച്ച് വരുന്നുണ്ട്. ഹലോ മിസ്റ്റർ വട്ടോളി എന്നല്ലേ പേര്? അല്ല ലുട്ടാപ്പി എന്നൊന്നുമല്ലല്ലോ. അതിന്റെ കമ്പട മറ്റേ ജാവലിംഗ് ഇതാണ് കോച്ച്. കോച്ച് ഫുട്ബോളിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ മനസ്സിലായി. അല്ല, ഫുട്ബോളൊക്കെ വെച്ചോണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വന്നേ. മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെന്നോ? ഇന്റർനാഷണൽ മത്സരങ്ങൾ ഒരുപാട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 1995-ൽ ഇന്ത്യയും അർജന്റീനയുമായ ഒരു മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പെലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അർജന്റീനയുടെ താരം പെലെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരായാലും ഒന്ന് പേടിക്കും. ആ പെലയല്ല, കുഞ്ഞമ്മ മരിച്ച പെലെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പങ്കെടുത്ത് പോകാൻ പറ്റില്ല. കോച്ച്, നമുക്ക് ഗ്രൗണ്ട് ഇതാണ്. ഇവിടെയാണ് നമുക്ക് മറ്റേ സെലക്ഷൻ നടക്കേണ്ടത്. ഇവിടെ സെലക്ഷൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഹോട്ടായിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണം. ഞാൻ വന്ന വഴിക്ക് വല്ലത് കോച്ച് എടുക്കട്ടെ. കോച്ചല്ല, കുടിക്കാൻ വേറെ എന്തെങ്കിലും കൊടുക്കാൻ. സന്ധ്യ, എടി കോച്ച് വന്നടി, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ കൊടുക്കാൻ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ. ചുംബനവർണ്ണ പതംഗങ്ങളാൽ നീയാ ചെണ്ടിൻ പരാഗങ്ങൾ ഞാൻ നുകരും ചന്ദ്രിക പൂന്തിരച്ചുണ്ടത്തുരുകുന്ന ചന്ദ്രോപനം ഞാനെൻ സ്വന്തമാക്കും. എവിടെയോ കണ്ട നല്ല പരിചയം. എനിക്കും ഞാൻ മറ്റേ കുറിയന്നൂർ MDLP സ്കൂളില് 4ാം ക്ലാസ്സില് മറ്റേ മുടിയുടെ ഇടയിലെ കണ്ണിലി അങ്ങോട്ട് കെട്ടിയിട്ട് പുറകോട്ടിടുമ്പോ 4 മണിക്ക് ബെല്ലടിപ്പിച്ചോണ്ടിരുന്ന ഒരു ക്ലൂ തരുമോ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. മെഡൽ സന്ധ്യ
മെഡല് സന്ധ്യ ഒന്നും അല്ല, ഇത് എന്റെ ഭാര്യ BP സന്ധ്യ. ഇത് മെഡൽ സന്ധ്യ. കൊറിയന്നൂർ LP സ്കൂളിൽ ഞാൻ ഡ്രില്ല് മാഷായിരുന്നപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ 1ാം സമ്മാനം നേടിയ മെഡൽ സന്ധ്യ. സന്ധ്യ ഈ പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ സന്ധ്യയെ മത്സരിപ്പിക്കണം, ഫസ്റ്റ് കിട്ടും. അപ്പൊ വേറെ സെലക്ഷൻ വേണ്ട. വേറെ ഒരു സെലക്ഷനും വേണ്ട, സന്ധ്യ ഇറക്കൂ. സന്ധ്യ നീ പണ്ട് മത്സരിച്ചിട്ടുണ്ടോ? സന്ധ്യയുടെ ഓട്ടം കാണും, കിടില ഓട്ടം. പിന്നെ സന്ധ്യ മതി. സന്ധ്യ മതി. അല്ല, സന്ധ്യ വേണ്ട. അല്ലേ ഇത് മാഷ് പറഞ്ഞ നമുക്ക് സന്ധ്യ പോരെ. പറഞ്ഞ കേക്ക്. കാര്യം നടക്കണമെങ്കിൽ സന്ധ്യ ഇറക്കി പോട്ടെ. സന്ധ്യ പഴയ കായിക താരമാണല്ലേ. ചെറുതായിട്ടൊക്കെ പണ്ട് ഓടുമായിരുന്നു. ഒന്നും നേരത്തെ പറയണ്ടേ. എന്റെ രാജേന്ദ്രൻ, നമുക്ക് സന്ധ്യ നമുക്ക് ഇറക്കി വിട്ടാ ട്രാക്കിലോട്ട്. പ്രസിഡന്റ്, ഞങ്ങൾ ഇപ്പൊ കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നീ അവളെ കോഴ്സിന് വിടുന്ന കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞിട്ട് സന്ധ്യ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ ഒരു അഭിമാനമായി മാറൂലേ. നമുക്ക് സന്ധ്യ ഇറക്കാൻ ഞാൻ ഇപ്പൊ രാജേന്ദ്രൻ വന്നാണ്. സന്ധ്യ ഇങ്ങോട്ട് കായിക താരമായിട്ട് ഇറങ്ങുന്നു, ഒരു ഒളിമ്പ്യൻ ആകുന്നു. അപ്പൊ രാജേന്ദ്രൻ ആരാകുന്നു? ഞാൻ ഇവിടുന്ന് പിള്ളേരെ നോക്കണം, എനിക്ക് പറ്റൂല. രാജേന്ദ്രൻ, ഞാൻ ഒരു വഴി പോക്കാം. രാജേന്ദ്രൻ നടന്നു വന്നേ, ഒന്ന് നടന്നു വന്നേ. എന്തിന്? ജസ്റ്റ് നടന്നു പോകും, ജസ്റ്റ് നടന്നു പോകും. രാജേന്ദ്രൻ വിളിയേക്കില്ല. ഒന്നുകൂടെ നടന്നേ, ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ നടന്ന് വെറുതെ നടന്നേ, നടന്നു പോകും. മെഡൽ സന്ധ്യയുടെ ഭർത്താവ്, കായിക താരം, അതെ പ്രശസ്തയ ഒളിമ്പ്യ. അതെ അതെ, വൈഫ് ഇവിടെ ഇല്ല. എവിടെ പോയി? ഏഷ്യൻ ഗെയിംസിന് വേണ്ടി. അതൊരു ജയിച്ചാണല്ലേ, നമുക്കൊരു അഭിമാനം കയറുന്നില്ലേ. എന്നൊരു കാര്യം ചെയ്യ്. സന്ധ്യ പൊക്കോ. സന്ധ്യ ഇറങ്ങും. സന്ധ്യ ഈ പഞ്ചായത്തിന് വേണ്ടിട്ട് ഇറങ്ങണം. സന്ധ്യ ഏട്ടൻ പറയുന്നു. ഏട്ടാ പറയട്ടാ. ഏട്ടാ കുട്ടികളൊക്കെ ഇല്ല, ഞാൻ നോക്കിക്കോളാം. ഏട്ടന്റെ കാര്യമൊക്കെ ആയിരുന്നു. ഞാൻ തന്നെ നോക്കിക്കോളാം. രാവിലെ പുട്ടുകൂടെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കി തരണം, കോലം വരയ്ക്കണം. ഇല്ല, ഞാൻ സന്ധ്യ പ്ലീസ്, ഞാൻ പറയാം. സന്ധ്യ ഇറങ്ങും. സന്ധ്യ നമ്മുടെ നാടിന്റെ അഭിമാനമാകും. ഒന്ന് പറയൂ സാറ് പറയൂ. സന്ധ്യ ഇറങ്ങും. സന്ധ്യ ഇറങ്ങും. ഒന്ന് കൈയടിച്ചു. സന്ധ്യ ഇറങ്ങും. സന്ധ്യ കായിക താരമാവും. സന്ധ്യ കായിക താരമാവണം. സന്ധ്യ ഒന്നിറങ്ങൂ. സന്ധ്യ നമ്മുടെ നാടിന്റെ അഭിമാനമാകണം. രണ്ട് കുട്ടികളുണ്ട്. കായിക താരമാണ് കേരളത്തിന്റെ, ഇന്ത്യയുടെ അഭിമാനം. എന്നതാണ് ഈ സന്ധ്യ? കായിക താരം കായിക താരം ആവാഹിച്ചതാണോ? ആയിക്കോട്ടെ. സന്ധ്യ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഞാൻ ഡ്രസ് ചെയ്തോണ്ട് വരാം. കണ്ട അഭിമാനമായില്ലേ. എന്നാലത് വേണം. അത് വേണം, അതാണ് അതിന്റെ ഒരു ഇത്. ഒരു ഒളിമ്പിന്റെ ഭർത്താവാം, സന്ധ്യ മത്സരിക്കട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതിലൊക്കെ ഈ സ്വർണ്ണമൊക്കെ കിട്ടുമോ പോയി കഴിഞ്ഞാല്? പിന്നെ ഒളിമ്പിക്സ് സ്വർണം കിട്ടും. ബീജിംഗിൽ നടന്ന ഒളിമ്പിക്സിൽ എനിക്ക് 3 പവൻ സ്വർണം കിട്ടി. 3 പവന്റെ സ്വർണ്ണം? പിന്നെ ട്രാക്കിൽ കിടന്ന ഒരു ജപ്പാൻകാരന്റെ അരിഞ്ഞാണ് 3 പവന്റെ തറ വീണു. അതെനിക്ക് കിട്ടി. ഞാൻ അപ്പൊ തന്നെ പുള്ളിക്ക് തിരിച്ചു കൊടുത്ത് സത്യസന്ധതയ്ക്ക് മാതൃകയായി. അന്ന് തന്നെ എനിക്ക് ഒരുപാട് സമ്മാനം കിട്ടി. പാൻ ചീപ്പ്, സോപ്പ് പൊട്ടി, കവർ കോരി, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് ബീജിംഗിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അല്ല, സന്ധ്യ ജയിച്ച് മെഡൽ ആദ്യം എനിക്ക് സോപ്പ് കിട്ടിയിട്ടാണ് എനിക്ക്. അപ്പൊ ഇത് സംഭവം എന്താണ്? ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് ബോള്. ഇത് ബോളല്ല, ഇതാണ് ഷോർട്ട് പുട്ട്. ഇതായിരിക്കും. ഇതെന്തായിരുന്നു? അത് ഷോർട്ട് പുട്ട്. അതൊന്നും എടുക്കല്ലേ. അപ്പൊ മുട്ടയല്ലേ? മുട്ടേ കാണിച്ചതാ. ഇതാരെന്ന് പറഞ്ഞത്? മെമ്പർ മന്ത്രിയാവണം. നല്ല ഭാവിയുണ്ട്. അപ്പൊ നമുക്ക് സന്ധ്യ ready, സന്ധ്യ വരുന്നു. ഇതെന്നതാണ് സന്ധ്യ? ഏട്ടാ ഞാൻ ഓടാൻ തുടങ്ങി. അടിപൊളി. സന്ധ്യ ഉള്ളത് പറയാം. നെറ്റിപ്പട്ട കൂടെ ഉണ്ടെങ്കിൽ പറയെടുക്കാൻ കൊണ്ടുവരുത്തായിരുന്നു. രണ്ട് വാക്ക് പറയും. സന്ധ്യ, പ്രിയമുള്ളവരെ, നമ്മുടെ സന്ധ്യ കായിക താരമായി ട്രാക്കിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത ശ്രീ വട്ടോളി സാറാണ് പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറുകയാണ് നമ്മുടെ സന്ധ്യ. ഇത് നാടിന് അഭിമാനമല്ല, അപമാനമാണ്. നമുക്ക് ജാവലിംഗ് ത്രോ. സന്ധ്യ വരും, നടന്നു വരും. ഇതാണ് ജാവലിംഗ് ത്രോ. പിടി. ഇത് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് ആഞ്ഞ് നമ്മൾ നേരെ ലക്ഷ്യം കാണുന്നുണ്ടോ? പ്രിയമുള്ള കലാസ്ത്രീകളെ, അടുത്ത പേരിന് KPSC നാടകം ആരംഭിക്കുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. KPSC എംബ്ലം. എനിക്ക് കോൺസെൻട്രേഷൻ ഇത് നടക്കൂല ഇതൊന്നും. ഇതാണ് ഡിസ്ക്. അയ്യോ, ഞാൻ അപ്പോഴും ഓർത്തായിരുന്നു ദോശ വിടാൻ ചട്ടിയില്ലാണ്ടിരിക്കും. ദോശക്കല്ലല്ല, മറന്നല്ല. ഇത് ഡിസ്കസ് ത്രോ. അതേ നമ്മൾ ഇങ്ങനെ കറക്കി എറിയുന്നു. ഇവിടെ ഇങ്ങനെ കറക്കുന്നു. സിമ്പിൾ. സന്ധ്യ പിടിക്കുന്നു. ഇങ്ങനെ വേണ്ട വേണ്ട. അല്ല സാർ, വേണ്ട വേണ്ട. പറഞ്ഞാ മതി. ഞാൻ വേണ്ട.
സാറ് പഠിപ്പിച്ച് തരട്ടെ. വേണ്ട, അങ്ങനെ പഠിപ്പിക്കണ്ട. അല്ല ഒളിമ്പിക്സിൽ പോകേണ്ടതാ. ഇയാളെ എങ്ങനെ വിശ്വസിക്കാൻ താനെന്താ മനുഷ്യനാണോ? അത് ശരിയാവത്തില്ല. അത് വേണ്ടത്. എന്റെ ഭാര്യയെ തൊട്ടുള്ള കളി വേണ്ട. നിങ്ങൾ എന്തെങ്കിലും കാര്യം എന്നോട് പറഞ്ഞു. എന്നത് ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു കാര്യം പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇതിനിടെ കയറി ഇടയ്ക്ക് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കും. ഇല്ലല്ലോ ചേട്ടൻ പേടിക്കുന്നു. ചേട്ടാ വേണ്ട, ആവശ്യമില്ലാതെ വേണ്ട, വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, സന്ധ്യ പോകണ്ട ഇവിടുന്ന്. സന്ധ്യ പോകണ്ട. സന്ധ്യ ഒന്നിനും പോകണ്ട. ഒരു കായിക മേളയ്ക്ക് സന്ധ്യ ഞാൻ വിടൂല. നീ എന്റെ ഭാര്യയാണെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഞാൻ കേട്ടില്ല. പറഞ്ഞേക്കാൻ ഞാൻ തനിക്ക് നാണമുണ്ടോ? ഇത്രയും നല്ലൊരു കായിക താരത്തിന്റെ ഭർത്താവായിട്ട് താൻ ഇവിടെ വീട്ടിൽ വെച്ചേക്കാൻ പോകണോ? വീട്ടിൽ വെച്ചേക്കാൻ വേണ്ട. തനിക്ക് നാണമുണ്ടോ? ആ, നാണമുണ്ട്. എടോ, തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇവിടെ ഭർത്താവെങ്കിൽ ഇവിടെ ഞാൻ ഒളിമ്പിക്സിന് വിട്ടെന്ന് അറിയാമോ? ആണോ? എന്നാ നീ വിളിച്ചിട്ട് പോടാ. ആര്? നീ വിളിച്ചിട്ട് പോടാ. ഞാൻ വിളിച്ചോണ്ട് പോടാ. വിളിച്ചിട്ട് പോടാ. ഇവിടെ ഇറങ്ങി വന്നാൽ ഞാൻ വിളിച്ചോണ്ട് പോകും. നിനക്ക് പോണോടി. ഇവന്റെ പോണോ സന്ധ്യ, നീ എന്നോട് പരിപാടി. നിന്നെ നല്ലൊരു അത്ലറ്റിക് ആക്കും ഞാൻ. വരുമോ നീ എന്റെ കൂടെ? നിനക്ക് പോണോ ഇവന്റെ കൂടെ? പൊറുക്കണം. കണ്ടോ, ഏതൊരു ഭാര്യയും ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അനുസരിക്കും. അവളെന്നോട് ചോദിച്ചു കേട്ടാ പൊറുക്കണമെന്ന്. മോളെ, ഞാൻ നിന്നോട് പൊറുത്തിരിക്കുന്നു. എന്റെ കൂടെ താൻ എവിടെയെങ്കിലും പോയി പൊറുക്കുക. എനിക്ക് ഇങ്ങനെ കൂടെ പൊറുക്കണം. എന്നാ പരിപാടിയാണ്? എന്ത്? നീ വിളിച്ചോണ്ട് പോടാ. വിളിച്ചോണ്ട് പോടാ. നീ വിളിച്ചോണ്ട് പോ. വിളിച്ചോണ്ട് പോകും. ആ. ഒരു കാര്യം. എടാ, നിന്റെ ഭാര്യയെ ഇത്രയും ആൾക്കാരെ മുമ്പ് വെച്ച് വിളിച്ചോണ്ട് പോയിട്ട് നിനക്ക് ഒരു ഉളുപ്പില്ലടാ. ഒരു ഉളുപ്പില്ല. അത് കഴിഞ്ഞ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് ഒരു ആശ്വാസം എനിക്ക് മെമ്പർ തന്നിട്ടില്ല. ഏതായാലും മെമ്പർ ഇപ്രാവശ്യം വന്ന് ഈ കായിക മേള എന്ന് പറഞ്ഞിട്ട് ഈ ദുരിതത്തിൽ നിന്ന് ഒരു ആശ്വാസം തന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടാ. വീണ്ടും നമ്മുടെ ജനാർദ്ദനേട്ടൻ ഇതാ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലെത്തിയിരിക്കുകയാണ്. ചേട്ടന് കുറേ വേഷങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നേ അല്ലേ? അങ്ങനെ ഒരു ക്യാരക്ടർ പറയാവോ? അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നേ? കാര്യസ്ഥനിലെ വേഷം പറയുന്നു. കാര്യസ്ഥനിലെ വേഷം എനിക്ക് തോന്നി ഇവര് കുറച്ചുകൂടെ മറ്റേ കള്ള ഉപ്പ എടുത്ത് ഞാൻ കൊണ്ട് കൊടുക്കും ശരിയല്ല അല്ലേ? പണ്ട് വില്ലനായപ്പോ ഉള്ള ശബ്ദം അറിയാവോ? അന്നത്തെ വോയിസും ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ഉള്ള വോയിസും തമ്മിലുള്ള വ്യത്യാസമാണ്. എട്ടപ്പെട്ടു കർത്താവേ, എടാ ഈ CBI-ക്കാരെന്ന് പറഞ്ഞാൽ മഹാശക്തകൾ. ഇത് പണ്ടത്തെ വോയിസ്. ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ഓ പിടികിട്ടി പിടികിട്ടി. എടാ നീ തങ്കപ്പൻ അല്ലടാ, പൊന്നപ്പനാ പൊന്നപ്പൻ. അടിച്ചൊടിക്കടാ അവന്റെ കാല്. ഓ എന്താ കാലല്ല അവന്റെ കാല. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ ചേട്ടന്റെ സൗണ്ടും പറഞ്ഞ് ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയാലോ. ചേട്ടനെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ വല്ല ഇതുണ്ടോ? നമുക്ക് സന്തോഷമല്ലേ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ലേ? അതെ. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കോമഡി വേഷങ്ങളും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ആ ഡയറക്ടർമാർക്കാണ്. ആ ഡയറക്ടർമാർക്കും അത് എഴുതി വെച്ചിട്ടുള്ള ആളിനൊക്കെയാണ് പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം ജവാസുദാശന്റെ ആ ഡയലോഗും മറ്റും ഈ സിദ്ദിഖും ലാലും കൂടി പറഞ്ഞെഴുതി വെച്ചതാണ്. അത് സംസാരിച്ച് എന്റെ ശബ്ദത്തിൽ സംസാരിച്ച് മറ്റേ ഡയലോഗ് ഉണ്ട് കേട്ടോ. എപ്പോഴും വരുന്നത് സിദ്ദിഖ് ലാൽ സാറിന്റെ ഒക്കെ ചിത്രങ്ങളിലെ ക്ലിപ്പിംഗ് ആണ്. അതില് ഒന്നും മറക്കാൻ പറ്റുന്നത് മറ്റേ പിറകെ ഓടി വന്നിട്ട് മുഖേട്ടൻ പെട്ടെന്ന് പത്രം എടുത്തു വെച്ച് അസനെ ഇതാ പത്രത്തില് പത്രത്തിൽ പോന്നോ. പത്രക്കാരെ കൊണ്ട് ഞാൻ തോറ്റു. ചേട്ടാ, ഈ ഡയലോഗ് എത്ര സിനിമയിൽ പറഞ്ഞായിരിക്കും? പത്രക്കാരെ കൊണ്ട് ഞാൻ തോറ്റു. ഒരുപാട് പടത്തില് കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയായിട്ട് വേഷമിട്ടത് അത് ജനാർദ്ദനൻ ചേട്ടനായിരിക്കും. അതിനെ വെട്ടാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. സത്യമായിരിക്കും. സത്യമാണോ? പ്രേക്ഷകരും പറഞ്ഞു സത്യമാണ്. അതാണ് അവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടന് നമുക്ക് ഇത് കിട്ടിയില്ലേ? എന്താ? ലെഫ്റ്റനന്റ് കേണൽ. ഒരുപാട് മിലിറ്ററി വേഷങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ അതിന്റെ പ്രയത്നവും ഇതെല്ലാം വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോ താങ്കൾക്ക് എന്തുകൊണ്ട് ഒരു പക്ഷേ ഒരുപാട് മുഖ്യമന്ത്രിയൊക്കെ ചെയ്ത ആളല്ലേ? മുഖ്യമന്ത്രി ആയതിന് മന്ത്രിയാവാം. മന്ത്രി, ഓക്കെ, മന്ത്രി ആവുന്നെങ്കിൽ ഏത് മന്ത്രി വേണമെന്ന് പറയും? കണ്ണടച്ച് പറയും എക്സൈസ് മന്ത്രി. എക്സൈസ് മന്ത്രി. എന്നിട്ട് എന്താണ് അതില് നമ്മള് പരിഷ്കാരം കൊണ്ടുവരുന്ന എന്താണ്? ആരെയും പറഞ്ഞു വിട്ടിട്ട് എടാ അവിടെ പോയി ക്യൂ വാങ്ങിച്ചു. ആവശ്യമില്ല വീട്ടില്
ഒരു ബിവറേജിന്റെ ഒരു സംഭവം വീട്ടിലുണ്ടാണ്. ഓരോ വീട്ടിലും ഓരോ ബിവറേജ് ഇതല്ലാതെ വല്ല പ്രശ്നമുണ്ട്. പുരോഗമിക്കുന്നത് എല്ലാം രാജ്യം ഓപ്പൺ ആകുമ്പോഴാണ് പ്രശ്നം ഇല്ലാത്തത് അല്ലേ? ഈ മൂടി വയ്ക്കുമ്പോഴാണ് എന്തോ ഉണ്ടെന്ന് നമുക്ക് ഒരു ത്വര. നാട്ടിലെ വല്ലൊരു പുറത്തെ ആളിലൊക്കെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുക, ഒരു സിനിമാ തിയേറ്ററിൽ ക്യൂ നിൽക്കണ പോലെ ക്യൂ നിൽക്കുകയാണ്. അതൊക്കെ കഷ്ടപ്പാട്. ഇത് വല്ല പ്രശ്നമുണ്ട്. ആ വീടിന്റെ ഒരു സൈഡിൽ ഒരു ചെറിയ ബിവറേജ് കൊണ്ടുപോകും എല്ലാത്തിനും. ഇല്ല വാ കൊണ്ടുപോകും. പക്ഷേ ഇത് കേരളത്തിലെ അമ്മമാര് കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, തമാശക്ക് ചേട്ടൻ പറഞ്ഞതാണ്. കള്ള് കുടിക്കേണ്ട പോലെ കുടിച്ചാൽ കള്ള് ഒരിക്കലും ദോഷമാവില്ല. അത് കുടിക്കേണ്ട പോലെ കുടിക്കണം. കുമാരനാശം പണ്ട് എഴുതിയതാ. നല്ലിളം കള്ളേ നിന്റെ ചില്ലിൽ വെള്ള ഗ്ലാസ്സിൽ പകർന്നങ്ങനെ നല്ല രുചികരമാ മീനോ ഇറച്ചിയോ കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി. ഈ ചെല്ലും തോതിൽ ചെലുത്തിയാണ് ഈ കുഴപ്പമുണ്ടാണ്. ഇത് വലിച്ചു വാരി കയറ്റി നാലാം പക്കം ലിവറും പോയി കിടന്ന് ചത്തുപോയി. ചേട്ടൻ ഒരു പാട്ട് പാടാവും. ആ പിന്നെ അത് ഇതേ താളം. പിന്നെ എനിക്ക് ഇവരൊക്കെ സന്തോഷമായിട്ട് നിന്ന് കണ്ടാക്കുള്ള ആഗ്രഹം. ആവശ്യമില്ലാതെ കയറി ഈ എരുമ പറഞ്ഞ പോലെ ഓക്കെ, ചേട്ടനൊരു പാട്ട് കേൾക്കണോ? ഇതാ ഒരു കുട്ടിക്ക് ചേട്ടന്റെ അടുത്ത് വന്ന് ഒരു പാട്ട് പാടണമെന്നുണ്ട്. വെൽക്കം വെൽക്കം. എന്താ പേര്? ആന്ധ്ര സാന്ദ്ര. ഏതാ സ്കൂള്? മോറിക്കാല, മോറിക്കാല. സെന്റ് മേരീസ് HSS മോറിക്കാല. മോറിക്കാല, നല്ല വെറൈറ്റി പേരല്ലേ മോറിക്കാല. താങ്ക് യു. എന്താ അതിന്റെ അർത്ഥം? ആ പേരിന് എന്തെങ്കിലും അർത്ഥമോ എന്തെങ്കിലും ഉണ്ടോ? സ്കൂളാണത്. സ്കൂളാണ് മോറിക്കാല. ആ, മോറിക്കാല. അത് സ്ഥലപ്പേരല്ലേ? ആ, മോറിക്കാല. ഞാൻ മോറിക്കാല എന്താണ് അർത്ഥം എന്നാണ് ചോദിച്ചത്. അതൊരു സ്ഥലപ്പേരാണ്. അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടോന്നാണ് ചോദിച്ചത്. അല്ല, ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. മോറിക്കാല. ആ, മോറിക്കാല. അത് ഇത്തവരോട് ചോദിക്കാൻ പറയാം. ആ പേര് ഇത്തവരോട് ചോദിക്കാൻ പറയാം. ഇത്തവരറിയോ? അറിയില്ല. ഇപ്പൊ അറിയാന്നുള്ളത് എന്താണ്? പാട്ട് കണ്ണോണ്ട് ചൊല്ലണം. എന്തൊക്കെയാ പറയണത്? കണ്ടോണ്ട് ചൊല്ലണം, അതാണ് പാടാൻ പോകുന്നത്. ഓക്കെ ചേട്ടാ, കണ്ടോണ്ട് ചൊല്ലണ്. ഓക്കെ അല്ലേ? ചൊല്ലട്ടെ ചൊല്ലട്ടെ ചൊല്ലട്ടെ. ചൊല്ല്. കണ്ണോണ്ട് ചൊല്ലണം, മിണ്ടാണ്ട് മിണ്ടണം, പുന്നാരപ്പനം ദത്ത ദൂരെ. ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോട് കേക്കണം, പഞ്ചാരപ്പനം ദത്ത കൂടെ. പൂവരശിൻ ചില്ലയൊന്നിൽ കിളി രണ്ടും കൂടണന്നേ. മാരിവില്ലിൻ തേരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ. മഴ വന്ന് കൂട്ടിരുന്നേ. കണ്ണോണ്ട് ചൊല്ലണം, മിണ്ടാണ്ട് മിണ്ടണം, പുന്നാരപ്പനം ദത്ത കൂടെ. ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോട് കേക്കണം, പഞ്ചാരപ്പനം ദത്ത ദൂരെ. താങ്ക് യു. പുന്നാരപ്പനം ദത്ത കൂടെ. ആചാര്യ ആചാര്യ ആചാര്യനെ സഹായിക്കണം. ആചാര്യനെ സഹായിക്കണം. എന്താ എന്താ എന്റെ കരികുരുകിന് ഒരു പെണ്ണ് വേണം. അതിന്റെ പെണ്ണുമല്ല കാട്ടിൽ പോയി നോക്ക്. അതല്ല ആചാര്യ, ഞാൻ ഈ വർഷം കളിക്കുന്ന നാടകത്തിന്റെ പേരാ കരികുരങ്ങ്. അതിൽ ആചാര്യ ഒരു പെണ്ണൊപ്പിച്ച് തരണമെന്ന്. ഓ രണ്ടിന്റെ താഴെ കണ്ടറിയാണ്ട് കണ്ടറിയാം. കരകരകര നായകൻ ഇയാളാണോ? അതെ അതെ. ആ, അപ്പൊ മനസ്സിലായി സാറിന്. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ഇത് കണ്ടാറില്ലേ? നീ കണ്ടാടി നോക്കാം. ആചാര്യന്റെ നാടകത്തിന് പല പെണ്ണുങ്ങളും പല സമിതിയിൽ പെണ്ണുങ്ങൾ ഒപ്പിച്ചു കൊടുത്തത്. അപ്പൊ ആചാര്യ എനിക്കും കൂടെ എന്റെ നാടകത്തിൽ ഒരു പെണ്ണ് ഒപ്പിച്ച് തരണം. ഞാൻ നിന്നെപ്പോൾ നോക്കിയിരിക്കും. എന്റെ കയ്യിൽ പെണ്ണെങ്കിലും ഒപ്പിച്ചത്. എന്താ രൂപം?
അതെ, നിങ്ങൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും സമിതിയിൽ നാടകം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? ആദ്യത്തെ നാടകം കാട്ടുകുരങ്ങ്, ആ. രണ്ടാമത്തെ നാടകം ഒറാങ്കുട്ടൻ. ഒറാങ്കുട്ടൻ. രണ്ടിലും നായകൻ നിൽക്കുന്ന കേട്ടില്ലേ? ഞാൻ രണ്ടിലും നായകൻ താങ്കളാണോ? ആ, അതെ. ഒറാങ്കുട്ടൻ ബെസ്റ്റ് ആയിരിക്കും. ആ, എന്റെ ഒറാങ്കുട്ടൻ 7 സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. 7 സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് ഒറാങ്കുട്ടൻ. 7 സ്ഥലത്തേ കിട്ടിയുള്ളൂ. എല്ലായിടത്തും കിട്ടുന്നത്. ആശാ എനിക്കൊരു പെണ്ണ് ഒപ്പിച്ച് തരണം. എന്റെ ജീവിതാഭിലാഷണേ നാടകത്തിൽ ആശാ എനിക്കൊരു പെണ്ണ് ഒപ്പിച്ച് തരണം. ഏത് തരത്തിലുള്ള പെണ്ണാ വേണ്ടത്? എങ്ങനെയുള്ള പെണ്ണാണ് വേണ്ടതെന്ന്? ആ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൾ നല്ല തക്കാളിപ്പഴം പോലെ, അമ്മേ, നായിക. കവിളുകൾ മത്തങ്ങ പോലെ ഇരിക്കും, അയ്യോ, കൈകൾ നല്ല വെള്ളരിക്ക പോലെ ഇരിക്കും, കാലുകൾ നല്ല പടവലം പോലെ ഇരിക്കും. അത് ശരി. അപ്പൊ ഇവന് വേണ്ടത് പെണ്ണല്ല, ചുമ്മാ ഈ സാമ്പാറിന്റെ കഷ്ണങ്ങൾ. സാമ്പാറിന്റെ കഷ്ണങ്ങൾ വാങ്ങിട്ട് പോടാ. എന്റെ ഒറാങ്കുട്ടൻ, എന്റെ ഒറാങ്കുട്ടനെ കളിയാക്കി കേറി വരണത്. അല്ല, ആ സിനിമയിൽ ചേട്ടൻ ഇത് പിന്നെ സ്ത്രീകളെ ഇത് അറേഞ്ച് ചെയ്ത് കൊടുത്തുണ്ടോ നാടക നടിമാരെ? സിദ്ദിഖ്ലാൽ സാറിന്റെ അത് കണ്ടിട്ട് ഒരു കഥാപാത്രം കയറി വന്നതാണ്. ചേട്ടാ, ഈ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞപ്പോഴാ ചേട്ടന് ഈ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? വലിയ താല്പര്യമുള്ള കാര്യമാണ്. താല്പര്യമുണ്ട്. പിന്നെ ചേട്ടന്റെ മെയിൻ ഐറ്റം ഏതാ? ബീഫ്, മട്ടൻ, അങ്ങനെ ചിക്കൻ? അങ്ങനെ ഒരു പ്രത്യേക ഐറ്റം അല്ല. എല്ലാം നമ്മുടെ മനുഷ്യര്, ഞങ്ങളുടെ വൈക്കത്തുകാര് പാലായുധ വൈക്കത്തും ഒക്കെ ഉള്ള എല്ലാ വിധത്തിലുള്ള ആഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാനും അറിയാം. കാരണം ഈ ഇളയ മോനായിരുന്നുകൊണ്ട് ഈ അമ്മയുടെ മുണ്ടിന്റെ പിടിച്ചൊരു കൂടെ നടക്കും. അപ്പോ ഇതെല്ലാം ഉണ്ടാക്കണതെല്ലാം കണ്ട് കൊച്ചിലെ മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ആരും നമുക്കൊന്ന് സഹായിക്കില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും. മിക്ക സിനിമകളിലും ഈ ഇപ്പൊ എൽദോ എന്നൊക്കെ വിളിക്കേണ്ടതിന് ഇപ്പൊ മമ്മൂക്കയാണെങ്കിലും വന്നിട്ട് എൽദോ ഇങ്ങനെയൊക്കെ വിളിക്കും. ചേട്ടൻ എല്ലാവരെയും എടാ ചേർത്തേ വിളിക്കും. എടാ എൽദോ, പിന്നെ വേറെ എടാ സുന്ദരേശ. എന്താ എല്ലാം എടാ ചേർത്ത് വിളിക്കണം? സ്ക്രിപ്റ്റിലുള്ളതാണോ? സ്ക്രിപ്റ്റിലുണ്ടായിട്ടില്ല, അത് നമുക്ക് വിളിക്കാനൊരു സ്വാഭാവികമായിട്ട് ചില എടാ കൊടക്കപ്പി, അതെ, എടാ കൊടക്കപ്പി എന്ന് വിളിക്കുമ്പോ ഒരു ഇടവും കൂടെ ചേർക്കുമ്പോഴത്തെ അതിനകത്ത് കൊടക്കപ്പി, അതെ, കൊടക്കപ്പി, എടാ കൊടക്കപ്പി. അതിനൊരു കുറച്ചുകൂടി ദാസ്യവും. ചില ഇടയൊക്കെ ചേട്ടന്റെ സംഭാവന തന്നെ. അത് അങ്ങനെയാണെങ്കിൽ ചേട്ടനോട് ഞാൻ എടാ സുരാജ്. ചേട്ടനോട് അങ്ങനെയാണെങ്കിൽ ഒരു ആഗ്രഹം പറയട്ടെ. സാധാരണ ഇപ്പോ നമുക്കിപ്പോ ചേട്ടനെ പോലെ ഒരാളോട് പേര് ചോദിക്കേണ്ട ഒരിക്കലും ആവശ്യം വരാറില്ല. ഇപ്പൊ സാറിന്റെ പേരെന്താന്ന് ചോദിക്കണ്ട, കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സിനിമയിലാണെങ്കിലും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തില്ല. ചേട്ടൻ തന്നെ ചേട്ടന്റെ പേര് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇതുവരെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ജനാർദ്ദനൻ എന്ന് പറയുന്നത് നല്ല ഗാംഭീര്യമുള്ളൊരു പേരാ. അപ്പൊ എടാ ജനാർദ്ദന എന്ന് ചേട്ടൻ തന്നെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് വേണോ? ആ പേരൊന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ടാ. ബാക്കി എല്ലാരും വിളിച്ചു കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്റെ പേര് പറയാ, പക്ഷെ ഒരു സിനിമയ്ക്കകത്ത് പാസിയായിട്ട് ബഹദൂർക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്. എടാ ജനാർദ്ദനന്റെ എന്ന് പറഞ്ഞവര് ഓരോന്നും സത്യം പറഞ്ഞാൽ ഒരു നല്ല പേരൊന്നും അല്ല, ഒരു പഴയ പേരാണ്. ദൈവത്തിന്റെ പേരെന്നൊക്കെ ഭഗവാന്റെ പേരെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെയാണ് നമുക്കത് കുറച്ച് പഴമൊന്നും. അങ്ങോട്ട് പോയാൽ നോർത്ത് പോയാല് ജനാർദ്ദൻ പൂജാരി, ജനാർദ്ദൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പേര്. അവിടെ ജനാർദ്ദനൻ. ഇവിടെ എടാ ജനാർദ്ദന, ജനാർദ്ദന നശിപ്പിച്ച് പക്ഷേ ശശിയുടെ അത്ര മോശമാക്കിയിട്ടില്ല അല്ലേ? അപ്പോ ചേട്ടന്റെ പേര് ചേട്ടൻ തന്നെ വിളിച്ചു, വളരെയധികം സന്തോഷം. എടാ ജനാർദ്ദന, എടാ ജനാർദ്ദന, ഈ സുരാജ് ഈ കൊച്ചുകൂടെ ഉപദ്രവിക്കുന്നു. ഒരു ചെറിയ ഉപദ്രവം കൂടെ ബാക്കിയുണ്ട്. ചേട്ടാ, ഇനി ഒരു ചെറിയ ഉപദ്രവം, അശ്വതിയുടെ വക ചെറിയൊരു ഉപദ്രവമുണ്ട്. കുസൃതി ചോദ്യമാണ്, ചേട്ടന് എന്തും വിളിച്ച് പറയാം. അപ്പോ വീണ്ടും ഒരു അവിവേകം കാണിക്കാൻ പോവാണ് ചേട്ടാ. ഇത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്, അപ്പൊ അതുപോലെയുള്ള ഉത്തരങ്ങൾ മതി കേട്ടോ. മതി മതി, അതാണ് വേണ്ടത്. പുരുഷന്മാർക്ക് ഒരിക്കലും കിട്ടാത്ത പെൻഷൻ ഏതാണ്? പുരുഷന്മാർക്ക് ഈ ഒരിക്കലും പെൻഷൻ കിട്ടാത്ത പുരുഷന്മാർക്ക് കിട്ടില്ല. പറയരുത് പറയരുത് പറയരുത്. വിധവാ പെൻഷൻ അല്ലേ? അടിപൊളി. അതെങ്ങനെയാ പുരുഷന്മാർക്ക് കിട്ടുന്നത്? അതാണ് പുരുഷന്മാർക്ക് ഒരിക്കലും കിട്ടാത്ത പെൻഷനാണ് വിധവാ പെൻഷൻ. ഓക്കെ,
രണ്ടാമത്തെ ചോദ്യം, ഇത് ഈ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ. അത് ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതെന്താ ഈ ചൈനയിൽ ഇത്രയും ജനസംഖ്യ കൂടാൻ കാരണം, അല്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് പറയാനുള്ള കാരണം എന്താ? അവർക്ക് ചൈനയിലാണ്. ചോദ്യം മനസ്സിലായല്ലോ. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് പറയാൻ കാരണം എന്താണ്? പെട്ടെന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടിയുണ്ടെന്ന് പറയാം. ഉത്തരം പറയാൻ വരുന്നുണ്ട്. നല്ലപോലെ ആലോചിച്ചത് എല്ലാം ഒരുപോലെ ഏതാ? എന്ത് ആളുകളെ കാണുമ്പോ എല്ലാം ഒരുപോലെ വ്യത്യാസമില്ലല്ലോ. നമ്മളെ പോലെ അല്ല, നമ്മളാണെ ഓരോന്നും ഓരോ രീതിയല്ലേ. സുരാജിനെ കാണുമ്പോ എന്നെ കാണുമ്പോൾ ഒക്കെ വേറെ വേറെ അല്ലേ, മറ്റേ എല്ലാം ഒരുപോലെ. അപ്പൊ എണ്ണി തന്നെ എണ്ണി അങ്ങനെ കൂടിയതാ. എണ്ണിയവനെ തന്നെ വീണ്ടും വീണ്ടും എണ്ണി കൂടിയതാണ്. പിന്നെ ചൈനയാണ് ജനസംഖ്യയിൽ ഇപ്പൊ 1ാം സ്ഥാനം. പിന്നെ നമ്മളെ ഇന്ത്യ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അല്ലേ? 1ാം സ്ഥാനം എത്തിയെന്ന് തോന്നുന്നു അല്ലേ? ശ്രദ്ധിക്കണം. ശരി, അടുത്ത ചോദ്യം. മിന്നൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്. മിന്നൽ ആദ്യം കാണും, എന്നിട്ടാണ് ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്. എന്താ അങ്ങനെ? ആദ്യം കാണുന്നതോടെ ഇടിയുടെ ശബ്ദം പിന്നെയാണ് കേൾക്കുക. കൊച്ചു പിള്ളേർക്ക് മിന്നല് ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഉത്തരമല്ല വേണ്ടത്. നമ്മൾ കാണുന്നത് മിന്നൽ. മിന്നൽ നമ്മൾ ആദ്യം കാണും, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇടിയുടെ ശബ്ദം കേൾക്കുക. എന്താ അങ്ങനെ? ശബ്ദം കണ്ണു മുമ്പിൽ ചെവി പുറകിലും ആയതുകൊണ്ടാണ്. മുമ്പിൽ വന്നിട്ടല്ലേ പുറകിലേക്ക് പോകുള്ളൂ. അതാണ് റൈറ്റ് ആൻസർ. ഇത് എല്ലാവരോടും ആയിട്ടുള്ള ചോദ്യമാണ്. മടിയുണ്ടെങ്കിലും ചിരി ഉണ്ടാവുന്നത് എപ്പോഴാണ്? മടിയുണ്ടെങ്കിലും ചിരി ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ റൗണ്ട് വരുമ്പോ ചിരിച്ചു ഫുൾ മണ്ടത്തരമാവാം. പറയൂ പറയൂ. മടിയോ? കോമഡി കാണുമ്പോൾ. കോമഡി കാണുമ്പോ കോമഡി സൂപ്പർ ആയിട്ട് ഒരു കൈയടി. എത്ര മടി പിടിച്ചിരുന്നാലും കോമഡി സൂപ്പർ നൈറ്റ് വരുമ്പോൾ നമ്മൾ ഫുൾ ഉഷാറായി ചിരിച്ച് ദാണ്ട ആരോഗ്യം സൗന്ദര്യം എല്ലാം വർദ്ധിപ്പിക്കണം. അല്ലാതെ സീരിയലുകളൊക്കെ കണ്ടിട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് കിടക്കുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് പാസ് ചെയ്യുന്നത്. മറ്റുള്ളവന്റെ അപ്പുറത്തെ വീട്ടിൽ എന്താണെന്ന് എത്തി നോക്കാതെ നമ്മുടെ വീട്ടിൽ ആദ്യം സന്തോഷമായിട്ടിരിക്കാൻ നോക്കൂ, മറ്റുള്ളവനെ സ്നേഹിക്കൂ. അപ്പൊ ചിരിക്കാൻ കിട്ടുന്ന സമയമൊക്കെ നന്നായിട്ട് ചിരിക്കുക അല്ലേ ഏട്ടാ? മുമ്പ് വില്ലൻ വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പോ ജനാർദ്ദനൻ എന്ന് പേര് കേട്ടാൽ ജനം ആർത്ത് ചിരിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് വരുന്നത് അല്ലേ? നമ്മുടെ മുമ്പിലേക്ക് അത്രയും സ്നേഹമായി. എന്തായാലും നമ്മുടെ എല്ലാം ഗുരുതുല്യനും മലയാള സിനിമയുടെ കാരണവരുമായ ജനാർദ്ദനേട്ടനെ ശരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നത് എന്താണെന്നറിയാം, എനിക്കും അതെ എൻ്റെ അച്ഛനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ കൂടിയാണ്. ഞങ്ങൾ അച്ഛനുമായിട്ട് ചേർന്ന് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അത്രയും ആത്മബന്ധം പുലർത്തുന്നതുകൊണ്ട് എനിക്ക് മാത്രമല്ല മലയാള സിനിമയിലെ എല്ലാവർക്കും പ്രിയങ്കരനാണ് ജനാർദ്ദനേട്ടൻ. അദ്ദേഹം ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം പ്രേക്ഷകരുമായിട്ട് അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതിന് താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. എന്താണ് പ്രേക്ഷകരോട്? പരസ്പരം സ്നേഹത്തോടുകൂടി നല്ല മനസ്സോടുകൂടി ജീവിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കുഴപ്പങ്ങൾ മാറി. പരസ്പരം സ്നേഹിക്കുക, നല്ലപോലെ സ്നേഹിക്കുക. ഈ പുതുവർഷത്തിൽ ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെയുള്ളൂ. എല്ലാവർക്കും നന്മകൾ തരുന്നു. പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ പുതുവത്സരാശംസകൾ. നന്നായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കോമഡി സൂപ്പർ നൈറ്റിന്റെ മറ്റൊരു ചിരിയരങ്ങ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും സ്നേഹത്തോടെ സന്തോഷത്തോടെ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.